നിങ്ങൾ എന്റെ മേൽ വെച്ച വിശ്വാസം ഞാൻ തിരിച്ച് നിങ്ങളോട് കാണിച്ചില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനിനി ഗന്ധർവൻ എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളോട് ഒരിക്കലും സംസാരിക്കില്ല. അതെന്റെ വാക്കാ. അതുപോലെ നിന്നെ ഒരു കാരണവശാലും ഞാൻ സംശയിക്കില്ല പാർവതി. പ്രിയൻ, നീ ഇനി ബംഗ്ലാദേശിലേക്ക് പോകരുത്. നമ്മുടെ കമ്പനി തന്നെ തുടരണം. നാളെ മുതൽ നീ ജോലിക്ക് വരണം. സാർ, നീ സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പോഴും നീ എന്നോട് ക്ഷമിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതും. സാർ, ഞാൻ വരാം. അധികം വൈകാതെ എനിക്ക് പാർവതിയോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും അത് വൈകിപ്പിക്കുന്നത് ശരിയല്ല. പക്ഷേ ഈ അവസരത്തിൽ എനിക്കത് പറയാനും പറ്റില്ല. പാർവതി പുതിയ ഹോസ്റ്റലിലേക്ക് പോകണ്ട. പഴയ ഹോസ്റ്റലിൽ തന്നെ കയറാനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം. അതുവരെ നീ പ്രിയന്റെ കൂടെ താമസിച്ചാൽ മതി. പ്രിയൻ പാർവതിയെ നന്നായി നോക്കിക്കോളൂ. അല്ലേ പ്രിയൻ? ഞാൻ നോക്കിക്കോളാം സർ. അല്ല, വന്നപ്പോ മുതല് ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അല്ല, പാർവതിക്ക് എന്നോടെന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? ഇത്രയും കാലം ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ നടന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എന്തൊക്കെയോ നേടിയെടുക്കണം എന്നൊരു വാശിയുണ്ട്. പാർവതി എന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുക. അവള് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാനുള്ള ആത്മവിശ്വാസം കിട്ടും. സാറ് ജീവിതകാലം മുഴുവനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? അതെ. ഇനി മുന്നോട്ടുള്ള ജീവിതം പാർവതി ഇല്ലാതെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. പാർവതി എങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. സാർ, ഇത് ഞാൻ വെറുവാക്ക് പറയുന്നതല്ല. എന്റെ ജീവിതം ഞാൻ പാർവതിക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞു. അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. തമ്മിൽ ഇഷ്ടത്തിലാണെന്നറിഞ്ഞാൽ കൈലാഷ് സാറിന് അതൊരിക്കലും താങ്ങാൻ കഴിയില്ല. അദ്ദേഹം തകർന്നു പോവും. ഇപ്പൊ അദ്ദേഹം ഒന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. അല്ല, നിങ്ങളെന്തൊന്നും പറയാത്ത? എനിത്തിങ് സീരിയസ്? അത് സർ, പ്രിയൻചേട്ടൻ ബംഗ്ലാദേശിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഓ, അപ്പോ പ്രിയം പാർവതിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോളൂ. നമുക്ക് നാളെ കമ്പനിയിൽ കാണാം. ഓക്കെ? ഓക്കെ സർ. ടേക്ക് കെയർ പാർവതി. പ്രിയൻ, എന്തിനാ പ്രിയൻചേട്ടാ എന്നെ തടഞ്ഞത്? ഞാൻ അദ്ദേഹത്തോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞെന്ന്. അതോടെ മനസ്സിലെ ഭാരം ഒന്ന് കുറഞ്ഞേനെ. നമ്മുടെ മനസ്സിലെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാക്കണോ? നിന്നെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുമ്പോ അദ്ദേഹം എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? അതിനെപ്പറ്റി അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനും എല്ലാ സത്യവും പറയാന്ന് കരുതി തന്നെയാ നിന്നത്. കൈലാഷ് സാറ് വന്ന ഉടനെ എന്നെ 2 അടി അടിച്ചിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം നമ്മളെ സംശയിച്ചു പോയതിന്റെ കുറ്റബോധത്തിൽ നമ്മളോട് മാപ്പ് ചോദിക്കുക ചെയ്തത്. ഗോഡൌണിൽ നടന്ന വിഷയം നിനക്ക് ഓർമ്മയില്ലേ?
അന്നും കൈലാഷ് സാറ് നമ്മളെ വിശ്വസിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തു. വിഷുവിന്റെ അന്നും നീ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് നമ്മളെ സംശയിക്കായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചിരിച്ചുകൊണ്ടാ കൈകാര്യം ചെയ്തത്. ആ മനുഷ്യനോട് നമ്മൾ കാണിച്ച വിശ്വാസവഞ്ചനയെക്കുറിച്ച് എങ്ങനെ പറയും? അദ്ദേഹം ആകെ തകർന്നു പോകും. എന്നാണെങ്കിലും ഈ സത്യം കൈലാഷ് സാർ അറിയില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? വേറെ ആരെങ്കിലും പറഞ്ഞ് ഇത് അദ്ദേഹം അറിയുന്നില്ല നല്ലത് നമ്മളായിട്ട് പറയുന്നല്ലേ? കൈലാഷ് സാറിനോട് എല്ലാം നമുക്ക് തുറന്നു പറയാം.